അപ്പോൾ ആരെങ്കിലും ചോദിക്കും ഒരാളുടെ അടുത്ത് എന്താ ജോലി എന്താ, അത് പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ പിന്നെ പെയിൻറ്ററാ, ശരി ഓക്കെ. അയാളൊന്നും വലിയൊരു ക്വാളിറ്റി ഒന്നും കൊടുക്കത്തില്ല ആ ജോലിക്കൊന്നും സാധാരണ. പക്ഷേ ആ പണി ഈ ചോദിക്കുന്നവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പറ്റും, ഒരു ദിവസം ഒരു ബ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഏരിയ മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പണി നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം നമുക്ക് ചെയ്യുമ്പോൾ ആ പണിയുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ടിങ്ങനെ മുഷിയിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വെളിയിൽ ജോലിക്കാരെ വിളിക്കും. വെളിയിൽ ജോലിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു ചെറിയൊരു പെയിൻറ്റിങ്ങിനൊന്നും അവരും വരത്തില്ല. അവരൊരു ഫുൾ വീടൊക്കെ ഏൽപ്പിച്ചാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഫ്രെയിമൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ചടങ്ങാണ്. ഇങ്ങനെ അടിച്ചിരിക്കുകയെന്ന് വെച്ചാൽ വലിയ പാടാണ്. അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഞാൻ ഒരു മെഷീൻ വാങ്ങിച്ചു. എന്ന് വെച്ചാൽ പെയിൻറ്റ് സ്പ്രേയർ. നിങ്ങൾക്ക് പെയിൻറ്റ് സ്പ്രേയർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിലോ അടുത്തുള്ള ഷോപ്പിലൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മെഷീൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വർക്കെന്നൊക്കെ പറഞ്ഞാൽ ടപ്പേ എന്ന് പറഞ്ഞ് തീരും. ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. അത് ചുമരാവട്ടെ, പൈപ്പാവട്ടെ, എന്തോ ആവട്ടെ, പെട്ടെന്ന് വർക്ക് നടക്കും. കുറച്ച് പെയിൻറ്റ് കൂടുതലാവും, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാര്യം പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പോൾ വേണമെന്നുള്ളവർക്ക്, എനിക്കിത് ഉപയോഗപ്പെട്ടെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ, വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം. ഓക്കെ, ബൈ.